1980-കൾ അമേരിക്കയിലെ വമ്പൻ പ്രിന്റർ കമ്പനിയായ സിറോക്സിലെ കമ്പ്യൂട്ടർ എഞ്ചിനീയർമാർ ചാൾസ് ഗഷെ, ജോൺ വാർനോക്ക്. ഇന്നത്തെ പോലെ കമ്പ്യൂട്ടറിൽ നിന്ന് പ്രിന്റിംഗ് നടക്കില്ല. ലോഹ അച്ചിൽ വാർത്തെടുക്കുന്ന അക്ഷരങ്ങളിൽ മഷി പുരട്ടിയാണ് അച്ചടി നടന്നിരുന്നത്. ഇതിനേറെ സമയവും അധ്വാനവും വേണമായിരുന്നു. ഇതിനൊരു പരിഹാരം എന്ന നിലയ്ക്ക് പുതിയ ഒരു പ്രോഗ്രാം ഇരുവരും ചേർന്ന് കണ്ടുപിടിച്ചിരിക്കുകയാണ്. പക്ഷേ സിറോക്സ് കമ്പനി ആ പ്രോഗ്രാം ഏറ്റെടുക്കാൻ തയ്യാറായില്ല. അതിന്റെ വിജയസാധ്യതയിൽ കമ്പനിക്കൊട്ടും വിശ്വാസമില്ലായിരുന്നു. പക്ഷേ തങ്ങളുണ്ടാക്കിയ പ്രോഗ്രാമിൽ ജോണിനും ചാൾസിനും വലിയ ആത്മവിശ്വാസമായിരുന്നു. അവർ സിറോക്സ് കമ്പനി വിട്ടു. പുതിയൊരു കമ്പനി രൂപീകരിച്ചു. കമ്പനിക്ക് ഒരു പേര് വേണം. കുട്ടിക്കാലം മുതൽ തങ്ങൾ കണ്ടുവളർന്ന കളിച്ചു തിമർത്ത ഒരു കൊച്ചു നദി അവരുടെ മുന്നിലൂടെ ഒഴുകി. തങ്ങളുടെ പ്രോഗ്രാമിനെ ആ നദിയുടെ പേര് തന്നെ കൊടുക്കാൻ അവർ തീരുമാനിച്ചു, അഡോബി. അവരുടെ ആത്മവിശ്വാസം പോലെ തന്നെ ആ പ്രോഗ്രാം ഹിറ്റായി. ഈ പ്രോഗ്രാമിന്റെ പ്രവർത്തനങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചിരുന്ന മറ്റൊരു വമ്പൻ കമ്പനി ഉണ്ടായിരുന്നു, സാക്ഷാൽ ആപ്പിൾ. ആപ്പിൾ ഈ പ്രോഗ്രാം ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ആപ്പിളുമായി ചേർന്ന് ആപ്പിൾ മാക്കിൻടോഷ് വിപണിയിലെത്തി. പിന്നീട് പ്രിന്റിംഗ് രംഗത്ത് വലിയൊരു കുതിച്ചുചാട്ടം തന്നെ സംഭവിച്ച പ്രിന്റിംഗ് രീതി, ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് നിലവിൽ വന്നു. അഡോബി തന്റെ ഗവേഷണം തുടർന്നു. വലിയ പരിശീലനമില്ലാത്തവർക്ക് പോലും മനോഹരമായ ഡിസൈനുകൾ വരച്ചെടുക്കാവുന്ന അഡോബി ഇല്ലുസ്ട്രേറ്റർ പിറന്നു. പിന്നെ അഡോബ് ഫോട്ടോഷോപ്പ്, അഡോബ് PDF, വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറായ അഡോബി പ്രീമിയർ, അഡോബി ആഫ്റ്റർ ഇഫക്റ്റ്, അഡോബി ഇൻഡിസൈൻ, അഡോബി ഫ്ലാഷ്, ഡ്രീം വീവർ, ഫയർവർക്സ്, അങ്ങനെ തൊട്ടതെല്ലാം പൊന്നാക്കി അഡോബി ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ആത്മവിശ്വാസവും ഒരു നദി പോലെയാണ്. എത്ര പ്രതിബന്ധങ്ങളും തടസ്സങ്ങളും ഉണ്ടായാലും അതിനെയെല്ലാം വകഞ്ഞുമാറ്റി വലിയൊരു നദിയായി, പുഴയായി, കടൽ പോലെ അവ പരക്കട്ടെ. ശുഭദിനം.